രേണു ഇന്നലെ ലാലേട്ടനെ പൊട്ടി ചിരിപ്പിക്കുന്നുണ്ട്. രേണുവിൻ്റെ ഒരു മറുപടി കേട്ടാണ് ലാലേട്ടൻ ചിരിക്കുന്നത്. ലാലേട്ടൻ രേണുവിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. രേണു, നിങ്ങളാണെങ്കിൽ മുട്ടയടിക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ലാലേട്ട, ആകപ്പാടെ കുറച്ച് മുടിയുള്ളൂ, അതിലാണ് എക്സ്റ്റൻഷൻ വെച്ചോണ്ടാണ് ഞാൻ നടക്കുന്നത്. ഞാൻ എന്തായാലും സമ്മതിക്കുകയല്ല ലാലേട്ട എന്ന് രേണു പറയുന്നുണ്ട്. ആകപ്പാടെ കുറച്ച് മുടിയുള്ളൂ, അതിൽ എക്സ്റ്റൻഷൻ വെച്ചോണ്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടനാണ് ചിരി വന്നു. സത്യം പറഞ്ഞാൽ രേണു ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറഞ്ഞു എന്ന് വേണം പറയാൻ. അവിടെ ബാക്കി ചില ലേഡി കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ശൈത്യയും അനുവുമൊക്കെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ മുട്ടയടിക്കാൻ തയ്യാറാണ്, ഇപ്പോൾ കൊണ്ടുവന്നാലും മുട്ടയടിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരു 99.99% ഉറപ്പാണ് അനുമോള് ഒരു കാരണവശാലും മുട്ടയടിക്കാൻ പോകുന്നൊന്നുമില്ല. അനുമോൾ മാത്രമല്ല, ശൈത്യയും അവിടെയുള്ള ഒരു ലേഡി കണ്ടസ്റ്റൻ്റ് മുട്ടയടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അവർ ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, ഞാൻ മുട്ടയടിക്കാൻ തയ്യാറാണ് എന്ന്. ഇവരിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്, എങ്കിൽ ശരി, സ്റ്റോർ റൂമിൽ പോയൊരു സംഭവം ഉണ്ട്, അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അപ്പോൾ ഡ്രംറാന്ന് ഓൾറെഡി എല്ലാവർക്കും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മുട്ടയടിക്കാൻ തയ്യാറാണല്ലോ അല്ലെന്ന് ഒന്നുകൂടെ ലാലേട്ടൻ ചോദിക്കുമ്പോഴും അവർ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, അതെ ലാലേട്ട, മുട്ടയടിക്കാൻ തയ്യാറാണ്, ഷുവർ എന്നൊക്കെ ശൈത്യയും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ മുട്ടയടിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ മുട്ടയടിക്കുമെന്ന്. അങ്ങനെ അവർ ചെയ്യിപ്പിക്കില്ലായിരിക്കും, പക്ഷേ 100% ഉറപ്പിലാണ് അവർ പറയുന്നത് മുട്ട അടിച്ചിരിക്കും എന്നുള്ളത്. അത് കേട്ടപ്പോൾ ഷാനവാസും തൊട്ടപ്പുറം എന്ന് പറയുന്നുണ്ട്, വെറുതെ പറയാണ് ലാലേട്ട എന്ന്. എനിക്കും അവർ വെറുതെ പറയുന്നതായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇനി അവർക്ക് അത്രയും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിഗ് ബോസിന് വേണ്ടി ടാസ്കുകൾ കളിക്കുകയും എല്ലാ പോയിൻറ്റും ഒട്ടും വിടാതെ തന്നെ നേടിയെടുക്കാൻ ബിഗ് ബോസിൻ്റെ കപ്പ് തന്നെ ഇവിടുന്ന് എടുത്തിട്ട് പോകാൻ ശപഥം ചെയ്തിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിച്ചെന്നൊക്കെ വരാം. അതൊരു 0.1 സാധ്യത ഇവരുടെ ഇതുവരെയുള്ള ഗെയിം പ്ലാൻ വെച്ച് നോക്കിയിട്ട് അങ്ങനെ വന്നവരായിട്ട് ഇവരെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ വെറുതെ പറഞ്ഞതാണ് എന്ന് ഞാൻ ഊഹിക്കാൻ കാരണം. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.